നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയെ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റി പുലർച്ചെ 1:30-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചെന്താമരയെ ഇന്ന് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും. ഒളിവിൽ കഴിയവേ താൻ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടെന്ന് പ്രതി ചെന്താമര പറയുന്നുണ്ട്. ഒപ്പം മലയ്ക്ക് മുകളിൽ പോലീസ് ഡ്രോൺ പരിശോധന നടത്തിയത് കണ്ടെന്നും ചെന്താമരയുടെ മൊഴിയുണ്ട്. പ്രതി ചെന്താമരയെ തൂക്കിക്കൊല്ലണമെന്നാണ് സുധാകരന്റെ മക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. നാട്ടുകാർക്കൊക്കെ ഇത്തിരി ഒരു സമാധാനത്തോടെ ആയിട്ടാണെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ. നല്ല പോലെ ഭയമുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ വരുന്നതുകൊണ്ട് ഇനി അയാൾ ഇങ്ങോട്ട് വരുമോ എല്ലാം നല്ല പോലെ പേടിയുണ്ടായിരുന്നു. ഇനി അയാൾ കൊല്ലണ വരെ ഒരു സമാധാനം. വിവരങ്ങളുമായി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അരുൺ ആലത്തൂരും ഒപ്പം ചെന്താമരയുടെ വീടിന് മുന്നിൽ നിന്നും ആനന്ദ് പുതൂരും ചേരുന്നുണ്ട്. ആദ്യം ആനന്ദിലേക്കാണ്. ആനന്ദ് ഇപ്പോൾ നിൽക്കുന്നത് ചെന്താമരയുടെ വീടിന് മുന്നിലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് പുലർച്ചെയെ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് വലിയ സംഘർഷം ഉണ്ടായിരുന്നു. ഇപ്പോഴും ജനങ്ങൾ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ചെന്താമരയുടെ വീടിന് മുൻപിലാണ്, വസതിക്ക് മുൻപിലാണ്. ഇപ്പോഴും ഇവിടെ പോലീസ് ഒരു വിഭാഗം പോലീസുകാർ കാവലുണ്ട്. ഈ കാണുന്നതാണ് ഈ നരാധവന്റെ വീട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്പസമയം മുമ്പ് നമ്മളിവിടെ അയൽവാസികളുമായി സംസാരിച്ചപ്പോൾ പ്രത്യേകിച്ച് ഈ ഭീഷണി ഉണ്ടെന്ന് പറയുന്ന അയൽവാസിയായിട്ടുള്ള പുഷ്പ ചേച്ചി പറഞ്ഞ കാര്യം, അവരിപ്പോഴും ഭയത്തിലാണ്. അതായത് ചെന്താമരയെ അറസ്റ്റ് ചെയ്ത് അത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലായിട്ട് പോലും ആ ചേച്ചി ഭയത്തിൽ കഴിയുകയാണ്. കാരണം അയാളുടെ ഒരു മാനസിക വൈകൃതങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ആ ചേച്ചിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഇതാണ് ഇയാളുടെ വീട്ടിലേക്കുള്ള, ഈ വസതിയിലേക്കുള്ള കവാടം. ഈ കവാടം നിർമ്മിച്ചിരിക്കുന്നത് കമ്പിവേലി കൊണ്ടാണ്. ഈ വഴിയിൽ പോലും ഇയാൾ കമ്പിവേലി കെട്ടിക്കൊണ്ട് അടച്ചിരിക്കുകയാണ് എന്നാണ്. പോലീസ് ഇത് മുറിച്ചുകൊണ്ടാണ് അടിയിലൂടെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ ഈ ജയിലിൽ നിന്ന് വന്നിട്ട് പോലും നിരന്തരമായി ഇത്തരത്തിലുള്ള മാനസിക വൈകൃതങ്ങൾ കാണിക്കുന്നു. സൈക്കോ രീതികളിലൂടെ പിന്തുടരുന്ന ഒരു മനുഷ്യൻ, ഉറക്കമില്ലാത്ത ഒരാൾ. ആ ചേച്ചി നേരത്തെ നമ്മളോട് സൂചിപ്പിച്ച ചേച്ചി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാത്രി 1 മണിക്കടക്കം ഇയാൾ ഈ കാണുന്ന ജനലിനുള്ളിലൂടെ ആ വീട്ടിലേക്ക്, ഇതിന്റെ തൊട്ട് മുൻപിലുള്ള വസതിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അവരെ ഭീഷണിപ്പെടുത്തും. ഒരു കുടം വെള്ളം കൊണ്ടുവരും, വീടിനകത്തേക്ക് കയറും. പിന്നീട് രാവിലെ എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങും. ഭക്ഷണം കാര്യമായിട്ട് കഴിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പല തവണ ആ ചേച്ചിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ ചേച്ചിയാണ് തന്റെ പ്രശ്നങ്ങൾക്ക് മറ്റൊരു കാരണക്കാരി എന്ന് പറയുന്നുണ്ട് എന്നൊക്കെയാണ് ആ ചേച്ചി, പുഷ്പ ചേച്ചി അല്പം മുമ്പ് ജനതയോട് വ്യക്തമാക്കിയത്. അപ്പോൾ ഇവരെല്ലാവരും, ഈ എല്ലാ അയൽവാസികൾക്കും ഒരു ഭീതി നിറഞ്ഞ ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഈ ചെന്താമര എന്ന് പറയുന്നത്. അപ്പോൾ ആ ചേച്ചി പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം, നിരവധി തവണ ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞിരുന്നു, പരാതി രേഖാമൂലം നൽകിയിരുന്നു. പഞ്ചായത്ത് മെമ്പറുടെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികൃതരുടെയും ഒപ്പ് വാങ്ങിക്കൊണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലൊന്ന് വന്ന് നോക്കാനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനോ പോലീസ് തയ്യാറായില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് ചേച്ചി പറയുന്നത്. ചേച്ചി ഇപ്പോഴും പേടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ നാട് വിട്ടു പോകേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയും ആ ചേച്ചിക്കുണ്ട്. അപ്പോൾ ഇയാൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നിരന്തരമായി ഇത്തരത്തിൽ വളരെ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് അയൽക്കാരോടും തൊട്ടടുത്തുള്ള മറ്റ് ഇയാളുടെ സുഹൃത്തുക്കളോടും കാണിച്ചിരുന്നു എന്ന് തന്നെയാണ് ചേച്ചി പറയുന്നത്. എന്തായാലും ഇന്നലെ ഇവിടേക്ക് ബസ്സെന്ന് പറഞ്ഞ് വരുന്നതിനിടെയാണ് ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. അയൽക്കാർക്ക് വലിയ ഒരു ഭീതി സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ ഇപ്പോഴും ഈ ജയിലിനകത്ത് ഇരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇയാളെ തൊട്ടടുത്തുള്ള ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഈ കോടതി നടപടികൾക്ക് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഇന്നലെ കൊണ്ടുവരുമ്പോൾ തന്നെ അയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പക്ഷേ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപും ഇത്തരത്തിൽ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതാണ്ട് 9 മണി കഴിഞ്ഞ് 9:30 കൂടി തന്നെ SP നേതൃത്വത്തിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. പിന്നെ അതിന്റെ നടപടിക്രമങ്ങളുമായിരിക്കും തുടർന്ന് വരുന്ന മണിക്കൂറുകൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും ഈ കസ്റ്റഡി അപേക്ഷ പോലീസ് 5 ദിവസത്തിന് ശേഷം മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ വലിയ ജനരോഷം തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷന് മുമ്പിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ലാത്തിചാർജ് മാത്രമല്ല, ഒരു പടി കൂടി കടന്നിട്ട് പോലീസിന് പെപ്പർ സ്പ്രേ പോലും പ്രയോഗിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. കാരണം ആ തലത്തിലായിരുന്നു ജനങ്ങളുടെ ഒരു പ്രതികരണം. എന്തായാലും ഇന്നലെ 5 വാഹനങ്ങളിലാക്കി 5 വഴിയിലൂടെയാണ് ഇയാളെ ആലത്തൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയായിരുന്നു പോലീസുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് എങ്ങനെയായിരിക്കും ഇയാളെ ആലത്തൂർ സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ശരി. എന്തായാലും ആലത്തൂർ സ്റ്റേഷന് മുന്നിൽ നിന്നപ്പോൾ അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, 36 മണിക്കൂർ നീണ്ട തിരച്ചിലിന് ഒടുവിലാണ് കൊലയാളിയെ കിട്ടുന്നത്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ ഈ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റിയെന്ന് അറിയുന്നുണ്ട്. ഈ
ഇനി എപ്പോഴായിരിക്കും ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകുന്നത്? അപ്പം മൊഴിയൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. താൻ കാട്ടാനെ കണ്ടെന്നും അതാണ് ഇതാണെന്നൊക്കെ തന്നെ ഈ ചെന്താമര പറയുന്നുമുണ്ട്. ഇതൊക്കെ തന്നെ പോലീസ് വിശ്വസിച്ചു എന്നുള്ള കാര്യങ്ങളും അറിയണം. എപ്പോഴാണ് ഇനി അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്? ഉടൻ തന്നെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ആലത്തൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിലാണ്, ഡിവൈഎസ്പിയുടെ കാര്യാലയത്തിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ജില്ലാ പോലീസ് മേധാവി കൂടുതൽ അജിത് കുമാർ ഈ കൊലപാതകം സംബന്ധിച്ച് പ്രതിയുടെ ചോദ്യം ചെയ്യലിൽ ലഭിച്ച കൂടുതൽ വിവരങ്ങൾ എന്ന് മാധ്യമങ്ങളോട് പറയും എന്നുള്ളതാണ്. ഏതായാലും നാടിനെ നടുക്കിയ ഈ അരുംകൊലപാതകം, ആ അരുംകൊലപാതകങ്ങളിൽ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള തിരച്ചിലായിരുന്നു പോലീസ് നാട്ടുകാരൊക്കെ നടത്തിയിരുന്നത്. 36 മണിക്കൂറോളം നീണ്ടു നിന്നു ഈ പ്രതിക്കായുള്ള തിരച്ചിൽ എന്നുള്ളതാണ്. വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പ്രദേശത്തെ പോത്തുണ്ടി ഭാഗത്തെ കുളങ്ങളും അതുപോലെ തന്നെ മലയോര മേഖലകളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരുന്നു നടത്തിയിരുന്നത്. അത്തരത്തിൽ പരിശോധന നടത്തിയ ആദ്യഘട്ടത്തിൽ പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പും പോലീസിന് ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും പോലീസ് കണക്ക് കൂട്ടിയിരുന്നത് ഈ പ്രതി കഴിഞ്ഞ തവണ കൊലപാതകം, അതായത് 2019 കൊലപാതകം നടത്തിയതിന് ശേഷം പ്രധാനമായും പ്രതി പോയിട്ടുണ്ടായിരുന്നത് പ്രദേശത്തെ ആ ഒരു മലയിലേക്കാണ്. ആ മലയിൽ നിന്നും വിശപ്പ് സഹിക്കാനാവാതെയാണ് കഴിഞ്ഞ തവണ താഴെ ഇറങ്ങി വന്നത്. ഇത്തവണയും സമാന രീതിയിൽ ഇയാൾ മലയിലേക്ക് കടന്നിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പോലീസ് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത്. മാത്രമല്ല വിശപ്പ് സഹിക്കാനാവാതെ കഴിഞ്ഞ തവണത്തേതുപോലെ ഇയാൾ താഴേക്ക് ഇറങ്ങി വരുമെന്നും പോലീസ് കണക്ക് കൂട്ടി. ഏതായാലും പോലീസിൻ്റെ ആ കണക്ക് കൂട്ടൽ ശരിയാവുന്ന തരത്തിൽ ായിരുന്നു പ്രതി ഒരു 7:30 തന്നെ, വൈകുന്നേരം ഒരു 7:30 തന്നെ താഴേക്ക് ഇറങ്ങി വന്നത്. ആ സമയത്താണ് പോലീസ് പിടികൂടുന്നത്. പക്ഷേ ആ സമയത്ത് പ്രദേശത്തെ മറ്റൊരു ഭാഗത്ത് പ്രതിയെ കണ്ടതായി പോലീസ് മാധ്യമങ്ങളോടൊക്കെ പറയുകയും അത് സ്ഥിരീകരിച്ചു എന്നൊക്കെ പറയുകയും മാധ്യമ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിച്ചു വിടുകയും തുടർന്ന് അവിടെ നിന്നും പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴേക്കും മാധ്യമങ്ങൾ കൃത്യമായ വിവരം അറിഞ്ഞ് ഏകദേശം 10:45 എല്ലാ മാധ്യമങ്ങളും നാട്ടുകാരും ഒക്കെ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തി. അവിടെ വലിയ സംഘർഷാവസ്ഥയായിരുന്നു ഇന്നലെ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും പോലീസ് വളരെ പണിപ്പെട്ട് പ്രതിയെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ നിന്നും സ്റ്റേഷനിൽ നിന്നും ചോദ്യം ചെയ്യുകയും വിശദമായി തന്നെ പ്രതിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും പോലീസ് ചെയ്തിരുന്നു. അതിനുശേഷം രാത്രി ഒരു 1:30 അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പുലർച്ചെ ഒരു 1:30 അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ആ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് പ്രതിയെ ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ SP ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അല്പസമയത്തിനകം തന്നെ ഈ ആലത്തൂർ സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രതി പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് താൻ ഈ കൊലപാതകം നടത്തുന്നതിനുണ്ടായ സാഹചര്യം എന്നുള്ളത്, അതായത് ഒരു വടിയുടെ തലപ്പത്ത് കൊടുവാൾ കെട്ടിയതിന് ശേഷം താൻ കൃഷിയിടത്തിലേക്ക് പോവുകയായിരുന്നു, പുറകിൽ അത് വെച്ചുകൊണ്ട് കൃഷിയിടത്തിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് സുധാകരൻ ഒരു സ്കൂട്ടറിൽ വന്ന് തന്നെ ഇടിക്കാൻ വന്നു. അപ്പോൾ ആ ഇടിക്കാൻ വന്നതിന് ഉള്ള അത്തരത്തിൽ തൻ്റെ ജീവൻ അപായപ്പെടുത്തുമെന്ന് തോന്നിയപ്പോൾ താൻ ഈ കൊടുവാൾ ഉപയോഗിച്ച് സുധാകരനെ വെട്ടിയതാണ്. സുധാകരൻ്റെ അമ്മയും ഇതേ സമയത്ത് തന്നെ ആ ഭാഗത്തേക്ക് എത്തി തന്നെ അസഭ്യം പറയുകയും മറ്റും ചെയ്തു. ആ സമയത്താണ് സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെ താൻ ആക്രമിച്ചത് എന്ന തരത്തിലാണ് പ്രതി പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്, താൻ ഈ കൊലപാതകം നടത്തിയതിന് ശേഷം പ്രദേശത്തെ മലയിലേക്ക് പോയി. ആ മലയിലേക്ക് പോയ സമയത്ത് അവിടെ നിന്നും പോലീസ് ഇവിടെ തിരച്ചിൽ നടത്തുന്നതും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതൊക്കെ താൻ കണ്ടിരുന്നു. തൻ്റെ അടുത്തേക്ക് ഈ ഡ്രോൺ എത്തിയപ്പോൾ താൻ ആ ഡ്രോൺ ദൃശ്യങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒളിഞ്ഞു നിന്നു എന്നൊക്കെയാണ് പോലീസിനോട് ഈ പ്രതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ആന ഉൾപ്പെടെ ഈ കാട്ടിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എലവഞ്ചേരിയിൽ നിന്നാണ് ഈ കൊടുവാൾ വാങ്ങിയതെന്നും കൊലപാതകത്തിന് മുൻപ് ഇത് രാഗി അതിൻ്റെ മൂർച്ച ഉറപ്പാക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നും പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ചെന്താമര എന്ന ക്രിമിനൽ, ആ ക്രിമിനലിൻ്റെ കഴിഞ്ഞ തവണ 2019 നടത്തിയ കൊലപാതകവും ആ കൊലപാതകത്തിലെ പാറ്റേണും അത് ഏറെക്കുറെ ഇത്തവണയും സമാന രീതിയിൽ തന്നെയായിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരുന്നു എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. കാരണം പോലീസിന് ആദ്യഘട്ടത്തിൽ ഒരു സൂചനയും ഒരു തുമ്പും പ്രതിയെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെതിരെ വലിയ വിമർശനം ഉയരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ
പോലീസിനെതിരെ ഇപ്പോഴും വിമർശനം ഉയരുന്നത് ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് പോലീസിൻ്റെ അനാസ്ഥയാണ് എന്നുള്ളൊരു വിമർശനം പൊതുവെ ഉയരുന്നുണ്ടെന്നുള്ളതാണ്. അത്തരത്തിൽ പോലീസ് ഈ ജാമ്യത്തിൽ ഇറങ്ങിയ കോടതിയിൽ നിന്നും കൃത്യമായ ഉപാധികളോടെ ജാമ്യത്തിൽ ഇറങ്ങിയ ആ പ്രതിയെ കൃത്യമായിട്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആ പഞ്ചായത്തിലേക്ക് കടക്കാൻ പാടില്ല എന്നുള്ളത് നാട്ടുകാർ അറിയിച്ചു, അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് കൃത്യമായി പോലീസ് അവരുടെ കൃത്യനിർവഹണം ചെയ്തിരുന്നുവെങ്കിൽ കോടതിയിൽ ഇടപെട്ടുകൊണ്ട് ആ ജാമ്യം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരുന്നുവെങ്കിൽ 2 ജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത്. അത്തരത്തിലൊരു ആക്ഷേപം പോലീസിനെതിരെ വലിയ രീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും നമുക്ക് ഈ പ്രതി ഇനി എന്തെല്ലാം കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഈ ആനയെ കണ്ടു, അതുപോലെ തന്നെ ഈ മലയിലേക്ക് പോയി, മൊഴികളിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ പാലക്കാട് SP മാധ്യമങ്ങളോട് പ്രതികരിക്കും. അതിൽ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. എന്തായാലും ജനങ്ങൾക്ക് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നെന്മാറയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചെന്താമരയെ പിടികൂടിയതിലൂടെ. അപ്പോഴും സുധാകരന്റെ മക്കൾ പറയുന്നത് ചെന്താമരയെ തൂക്കിക്കൊല്ലണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ്. പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് ഇത്രയും വൈകിയത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള കാര്യവും വ്യക്തമാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പാലക്കാട് SP മാധ്യമങ്ങളെ കാണും. ഈ മൊഴിയിലൊക്കെ തന്നെ ചെന്താമര എന്താണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിന് പിന്നിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ SP മാധ്യമങ്ങളോട് വിശദീകരിക്കും. വിശദമായ റിപ്പോർട്ടാണ് അരുൺ ആലത്തൂർ നൽകിക്കൊണ്ടിരുന്നത്.